നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ശ്രീ ആര്യടൻ ഷൗക്കത്താണ് നമ്മോടൊപ്പം ചേരുന്നത്. ഒരു വർഷത്തിനിടെ രണ്ടാം തവണ വോട്ട് ചോദിക്കുന്ന ആദ്യത്തെ MLA ആയിരിക്കും അങ്ങ് ഈ കേരളത്തിൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ. എന്തൊക്കെയാണ് ജനങ്ങളോട് പറയുന്നത്? ഞാൻ വാസ്തവത്തിൽ രണ്ടാം തവണയല്ല, മൂന്നാം തവണ. ഞാൻ മത്സരിച്ച് ജയിക്കാൻ വേണ്ടി മത്സരത്തിൽ ഒരു വോട്ട് ചോദിച്ചു. അത് കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞിട്ട് നന്ദി പറയാൻ അതേപോലെ വീണ്ടും നന്ദി പറയാൻ വന്നു. അത് കഴിഞ്ഞ് 3-4 മാസം കഴിഞ്ഞപ്പോൾ പഞ്ചായത്ത് ഇലക്ഷന് പഞ്ചായത്ത് മെമ്പർമാർക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഞാൻ ഇതേപോലെ വന്നു. ഇപ്പോൾ വീണ്ടും വോട്ട് ചോദിക്കാൻ പറ്റും. ഈ ഒരു വർഷത്തിനിടെ 4ാമത്തെ തവണയാണ് എൻ്റെ ഈ പര്യടനം നടക്കുന്നത്. എന്തായാലും ഓരോ തവണ വരുമ്പോഴും ആളുകളുടെ വലിയ സ്നേഹവും പിന്തുണയും വർദ്ധിക്കുക, വലിയ സ്നേഹവും പിന്തുണയും വർദ്ധിക്കുക. അതിൻ്റെ ഒരു വലിയ സന്തോഷമുണ്ട് വാസ്തവത്തിൽ. എന്തായാലും ആളുകൾക്കൊരു വലിയ പ്രതീക്ഷ. മാത്രമല്ല, കഴിഞ്ഞ 8 മാസത്തെ എൻ്റെ പ്രവർത്തനത്തെ കൃത്യമായി ആളുകൾക്ക് അസസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൽ ആളുകൾ ഹാപ്പിയാണ്. അതുകൊണ്ടും കൂടി ഒരു വലിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും. എന്താണ് ജനങ്ങളോട് പറയുന്നത്? 8 മാസം കൊണ്ടുണ്ടാക്കിയ വികസനങ്ങളാണോ അതോ ഇനി നടക്കാൻ? 8 മാസം കൊണ്ടുണ്ടാക്കിയ വികസനങ്ങൾ ആളുകൾക്കറിയാം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉപേക്ഷിക്കപ്പെട്ട വികസന പ്രവർത്തനങ്ങളായത്. നിലമ്പൂർ ബൈപ്പാസ്, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ഗവൺമെൻറ് കോളേജ്, ജില്ലാ ആശുപത്രിയുടെ വികസനം, ആ എടക്കര ബൈപ്പാസ്, മലയോര ഹൈവേയുടെ 3 റീച്ച്, അങ്ങനെ നിരവധി കാര്യങ്ങൾ. ആ ഉപേക്ഷിക്കപ്പെട്ട കാര്യങ്ങൾ, അതിലെ ഭൂരിഭാഗം കാര്യങ്ങളും നമ്മൾ 8 മാസം കൊണ്ട് പുറത്തെടുത്തു എന്നതാണ് യാഥാർത്ഥ്യം. അപ്പോൾ അതിൻ്റെ ഒരു വലിയ ആത്മവിശ്വാസവും ഒരു പിന്തുണയും സ്നേഹവും ജനങ്ങൾ കാണിക്കുന്നു. ഉപതെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ആത്മവിശ്വാസമാണല്ലോ 100%. നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് അസംബ്ലിയിലേക്ക്, ഞാൻ പാർലമെൻ്റ് അല്ല പറയുന്നത്, അസംബ്ലിയിലേക്ക് മത്സരിച്ച, നിലമ്പൂർ നിയോജകമണ്ഡലം ഉണ്ടായതിനു ശേഷം അസംബ്ലിയിലേക്ക് മത്സരിച്ച UDF സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ചരിത്ര ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലുണ്ട്. ഇത്തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് LDF-നായിട്ട് വന്നിരിക്കുന്നത്. ഷറഫുൽ, അദ്ദേഹം ഫുട്ബോൾ താരമാണ്, എല്ലാവർക്കും പരിചിതനാണ്. എങ്ങനെ കാണുന്നു മത്സരത്തിൽ? ഒന്നും ഇതൊരു ഫുട്ബോൾ മത്സരമല്ല. പിന്നെ മത്സരമാണെങ്കിൽ തന്നെ നല്ല ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർ ഞങ്ങളുടെ കയ്യിലുണ്ട്. വെറ്ററൻസ് മാച്ച് അല്ല ഇത്. ആര് ഗോളടിക്കും? വെറ്ററൻസ് മാച്ചിൽ ചെറുപ്പക്കാരായിട്ട് കളിച്ചാൽ ആരോ ഗോളടിക്കും. എന്നാലും വലിയ ഭൂരിപക്ഷം തന്നെ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ആര്യടൻ ഷൗക്കത്തിന്റെ പ്രചരണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷമാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. അഖിൽ ഊട്ടുപാറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.